നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നയൻതാര മലയാളത്തിലേക്ക് മടങ്ങിയെത്തിയ ചിത്രമാണ് മമ്മൂട്ടി നായകനാക്കി സിദ്ദീഖ് സംവിധാനം ചെയ്ത ഭാസ്കർ ദ റാസ്കൽ. നയൻതാര മമ്മൂട്ടിയുടെ ഹിറ്റ് ജോഡിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ചിത്രത്തിലെ നായികയായി ആദ്യം പരിഗണിച്ചത് നയൻതാരയെ ആയിരുന്നില്ല, മുംബൈ മലയാളിയായ ഊർമിള ഗായത്രി എന്ന നടിയെ ആയിരുന്നു. മലയാളിയാണെങ്കിലും ഊർമിള തെലുങ്ക്, കന്നഡ, ബംഗാളി ചിത്രങ്ങളിലാണ് അഭിനയിച്ചിരുന്നത്. മമ്മൂട്ടിയുടെ നായികയായി മലയാളത്തിലേക്ക് വിളിച്ചപ്പോൾ ഗായത്രി ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ പിന്നീട് സിദ്ദീഖ് നായികയെ മാറ്റി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശ അനുഭവപ്പെട്ടത് എന്ന് നടി പറയുന്നു. നായികയായി തീരുമാനിച്ച കാര്യം സിദ്ദീഖ് ഊർമിള ഗായത്രിയെ വിളിച്ചു പറഞ്ഞു. പക്ഷേ മമ്മൂട്ടിയുടെ നായികയായി അഭിനയിക്കുമ്പോൾ തടി അല്പം കുറയ്ക്കണം എന്ന് സിദ്ദീഖ് പറഞ്ഞു. ക്യാമറയ്ക്ക് മുന്നിൽ എത്തുമ്പോഴേക്കും അത് സംഭവിച്ചിരിക്കും എന്ന് ഊർമിള ഗായത്രിയും ഉറപ്പു നൽകി. ഒരു പൊതു ചടങ്ങിന് മമ്മൂട്ടി മുംബൈയിൽ വരുന്നുണ്ടെന്നും അദ്ദേഹത്തെ ചെന്ന് കാണണമെന്നും സിദ്ദീഖ് പറഞ്ഞതനുസരിച്ച് ഊർമിള അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലെത്തി. ഒരു നായികയായി അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നായിരുന്നു മമ്മൂട്ടി ആദ്യം ചോദിച്ചത്. അതെനിക്ക് ലഭിച്ച വലിയ ബഹുമാനമാണെന്ന് ഗായത്രി പറഞ്ഞു. മമ്മൂട്ടിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഊർമിള തന്റെ മലയാളം അരങ്ങേറ്റത്തിനുള്ള കാത്തിരിപ്പിലായി. ഒരു യാഥാസ്ഥിതിക അയ്യർ കുടുംബമായതുകൊണ്ട് തന്നെ ഊർമിള ഗായത്രി അഭിനയിക്കുന്നതിനോട് വീട്ടുകാർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഊർമിളയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് കരുതി മാത്രമാണ് അവർ മകളെ പിന്തുണച്ചത്. എന്നാൽ മമ്മൂട്ടി ചിത്രം കിട്ടിയത് അറിഞ്ഞപ്പോൾ വീട്ടുകാർ നടിയെ പിന്തുണയ്ക്കാൻ തുടങ്ങി. അതോടെ ഗായത്രിക്ക് അതിരേറ്റ സന്തോഷവും തോന്നി. ദിവസങ്ങൾ കുറച്ചു കഴിഞ്ഞപ്പോൾ സിദ്ദീഖിന്റെ കോൾ വന്നു. വളരെയധികം സന്തോഷത്തോടെ ഊർമിള ഗായത്രി ഫോണെടുത്തു. പക്ഷേ സിദ്ദീഖിന്റെ സംസാരത്തിൽ പതർച്ച. ക്ഷമിക്കണം ഊർമിള, ഊർമിളയ്ക്കായി മാറ്റിവെച്ച വേഷം നയൻതാര ചെയ്യാം എന്ന് സമ്മതിച്ചു. ഊർമിളയ്ക്ക് അറിയാമല്ലോ, അവരാകുമ്പോൾ സിനിമയുടെ ബിസിനസ്സിലും അത് വലിയ മാറ്റമുണ്ടാക്കും. ഊർമിള സഹകരിക്കണം. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.